ഹായ്, അനന്യാസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഞായറാഴ്ചയല്ലേ, അപ്പോൾ ഞായറാഴ്ചത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. ഞായറാഴ്ച രാവിലെ തന്നെ നമ്മൾ അമ്പലത്തിൽ പോയിട്ടോ. വീടിൻ്റെ അടുത്തുള്ള അമ്പലത്തിൽ ആദ്യം പോയിട്ടുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും ആ അമ്പലം കാണിക്കുന്നത് കൊണ്ടാണ് ഞാൻ അവിടുത്തെ വീഡിയോ ഒന്ന് എടുക്കാൻ കേട്ടോ. അപ്പോൾ അത് അതിൻ്റെ അടുത്ത് തന്നെ കുറച്ച് അടുത്തായിട്ടൊരു വിനായക ടെമ്പിൾ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പോയതാണ്. അപ്പോൾ ഞങ്ങളിതാ ചെരുപ്പൊക്കെ ഊരി വെച്ച്, അപ്പോൾ ഞാനിങ്ങനെ പറയാനൊരു മാറ്റം വേണ്ടേ, ഇതാ പുതിയ അമ്പലത്തിലേക്ക് വന്നെന്നൊക്കെ പറയായിരുന്നു കേട്ടോ. അപ്പോൾ ഏട്ടനാണ് എനിക്ക് വീഡിയോ എടുത്ത് തന്നത്. അപ്പോൾ ഇതാ ഞങ്ങൾ അമ്പലത്തിലേക്ക് കയറാം കേട്ടോ. അപ്പോൾ എനിക്ക് കാലിനൊക്കെ ഭയങ്കര വേദനയൊക്കെ ആയതുകൊണ്ട് നടക്കാനൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഞൊണ്ടിയൊക്കെ ആയിട്ടോ നടക്കുന്നത്. അപ്പോൾ ഇതാ ഞാൻ അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറുകയാണ്. അപ്പോൾ അതിൻ്റെ അകത്തൊന്നും നമുക്ക് വീഡിയോ എടുക്കാനുള്ള ഇതൊന്നുമില്ല കേട്ടോ. അപ്പം നല്ല ഭംഗിയാട്ടോ അതിൻ്റെ അകത്തായാലും ശരി കാണാൻ വേണ്ടിയിട്ട്. അപ്പം പുറമേയൊക്കെ ഭയങ്കര രസമാട്ടോ. ഒരു ക്യാമ്പസിൻ്റെ അടുത്തായിട്ടാട്ടോ ഈ അമ്പലം ഉള്ളത്. അപ്പം അതുകൊണ്ട് നമുക്ക് പിന്നെ ഒരു എന്താ പറയുക, കാലിയായിട്ട് കൂടുതൽ ആൾക്കാരൊന്നും അങ്ങനെ വരാത്ത പോലെയൊക്കെ ആട്ടോ തോന്നുക. പക്ഷേ ഭയങ്കര തിരക്കാട്ടോ, വൈകുന്നേരങ്ങളിലൊക്കെ നല്ല തിരക്കാണ് ഉണ്ടാവാറ്. അപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഞാനൊരു നേരം വഴി ഒരു 10 മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ പോയത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ആൾക്കാരൊക്കെ കുറവ്. പക്ഷേ ഭയങ്കര വെയിലാട്ടോ, ഭയങ്കര വെയിൽ വെച്ചാൽ ഭയങ്കര ചൂടും ഇടയ്ക്കൊരു മഴയുണ്ടായിരുന്നു. 2 ആഴ്ച മുന്നേ ഭയങ്കര മഴയായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇതാ ഭയങ്കര ചൂടായി. ഇനിയിപ്പോൾ നവരാത്രി വന്നു കഴിയുമ്പോൾ പിന്നെ ചെറുതായി തണുപ്പിലേക്ക് അങ്ങനെ പോട്ടോ. അപ്പോൾ ഇതാ നവരാത്രിക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇതാ അവിടെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനവിടെ കയറിയ സമയത്ത് എന്നോട് തിരുമേനി പറയുകയും ചെയ്തു കേട്ടോ, ഇനി നവരാത്രി ആരംഭിച്ചു കഴിഞ്ഞാൽ പൂജകളും വിശേഷ പൂജകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ വരണം എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ ഇതാ ഞാൻ ഉച്ചയ്ക്കുള്ള ലഞ്ചിന് നിന്ന് നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ ആയിട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ സൺഡേ ആകുമ്പോൾ സ്പെഷ്യൽ എന്തെങ്കിലും വേണം ഇവിടെ. അപ്പോൾ ഞാൻ ഇന്നത് ഉണ്ടാക്കിയിട്ട് അപ്പോൾ അതൊക്കെ ഞങ്ങൾ കഴിക്കാനിരുന്നപ്പോഴുണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയത് കൊടുത്തയച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഫ്രൈഡ് റൈസും കൂടി നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചേ. അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ കഴിച്ച് സുഖമായിട്ട് അങ്ങ് കിടന്നുറങ്ങി. ഇനി വൈകുന്നേരം നമ്മുടെ മാതാ ദേവീനെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഉള്ളിൽ ദേവീനെ കൊണ്ടുവന്ന് 10 ദിവസം ഭയങ്കര ആഘോഷമായിരിക്കും കേട്ടോ. അതൊക്കെ ഞാൻ ഇനി പിന്നെ വീഡിയോയിൽ കാണിക്കേ. അങ്ങനെ ലാസ്റ്റ് ഒരു ഐസ്ക്രീം കഴിക്കാൻ കൊതി, അതും കൂടെ കഴിച്ചു. പിന്നെ